നമുക്കിപ്പം ഇപ്പോൾ എം മുകേഷ് MLA ടെലിഫോൺ ലൈനിലുണ്ട്. അദ്ദേഹം ശ്രീനഗറിലാണുള്ളത്. ഇന്നലെയാണ് അദ്ദേഹം അവിടേക്ക് എത്തിയത്. ശ്രീ മുകേഷ്, ഇപ്പോൾ അവിടുത്തെ ശ്രീനഗറിലെ സാഹചര്യം എന്താണ്? ഒമർ അബ്ദുള്ളയെ കണ്ടോ താങ്കൾ? ഞങ്ങൾ രാവിലെ MLA-മാര് ഇവിടെ എന്റെ കൂടെ ഉണ്ടായിരുന്ന ടി സിദ്ദിഖും പിന്നെ ആൻസലിനും ഞാനും മജീദ് പിന്നെ APA മജീദും കൂടി ഞങ്ങൾ നേരെ ഞങ്ങള് ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ അവിടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് പോലീസ് അക്കാഡമിയുടെ ഇവിടുത്തെ പോലീസ് അക്കാഡമിയുടെ ഗ്രൗണ്ടിൽ ഈ കോഫിൻസ് എല്ലാം വെച്ചിട്ടുണ്ട്, അവിടെയൊക്കെ മാറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ ചെന്നു. ഞങ്ങൾ കേരളത്തിലെ MLA-മാരാണ് ഇങ്ങനെ ഞങ്ങളുടെ കേരളത്തിലുള്ള രാമചന്ദ്രൻ എന്നുള്ള ആള് ഇതിനകത്ത് പിന്നെ ദാരുണമായി കൊല ചെയ്യപ്പെട്ടു, അദ്ദേഹത്തിന്റെ കോഫിൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും സജീവമായിട്ട് ഞങ്ങൾ അവിടെ ഗ്രൗണ്ടിൽ തന്നെ നിർത്തി. അതിന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള വന്നു. അതിനുശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി വന്നു, അമിത് ഷാ വന്നു. അപ്പം അവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഇതിന് ഈ ബോഡീസിനെല്ലാം ഹോമേജ് കൊടുത്തത്. അപ്പം ഒമർ അബ്ദുള്ളയെ ഞങ്ങൾ എല്ലാവരും പരിചയപ്പെട്ടു. ടി സിദ്ദിഖും ഞാനും മജീദ് സാബും കൂടെ പരിചയപ്പെട്ടു. ഞങ്ങൾ കേരളത്തിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞപ്പം അദ്ദേഹം ആദ്യം പറഞ്ഞത് വി ആർ വെരി സോറി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, എന്ത് പറയാൻ പറ്റും? കാര്യം ടൂറിസ്റ്റുകളെ, നിരപരാധികളായ നമ്മള് ഒരിക്കലും ഇപ്പം പട്ടാളക്കാര് തമ്മിലും സിവിലിയൻസ് ഒക്കെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ സ്ഥലം കാണാൻ വരുന്ന പർദീസ, ലോകത്തിന്റെ എർത്തിന്റെ പർദീസ, അവിടെ എയർപോർട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത് വെൽക്കം ടു ദ പാരഡൈസ് ഓൺ എർത്ത് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അവിടെ വന്ന ആൾക്കാര് ഈ ദാരുണമായിട്ട് കൊല ചെയ്യുവാനുള്ള മനസ്സ് ഉള്ള ആൾക്കാർ ഈ ലോകത്ത് തന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞു. അപ്പൊ അതിനുശേഷം ഈ ബഹുമാനപ്പെട്ട അമിത് ഷാ വന്നു, KC വേണുഗോപാൽ വന്നു, എല്ലാ നേതാക്കന്മാരുടെയും അവരെല്ലാം ഹോമേജ് കൊടുത്തു. അതിനുശേഷം കേരളത്തിന്റെ MLA-മാരെന്ന നിലയിൽ ഞങ്ങൾക്ക് അവര് തന്നെ റീത്ത് തന്നു. ഞങ്ങൾ പട്ടാളത്തിന്റെ അകമ്പടിയോടെ പോയി രാമേന്ദ്രൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഹോമേജ് കൊടുത്തിട്ട് പോയതിനു ശേഷമാണ് ഈ ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെ എല്ലാ നേതാക്കന്മാരുടെയും മുമ്പിൽ വെച്ചിട്ട് ആ ഷെഡിലിരുന്ന ഈ മരിച്ചവരുടെ ആശ്രിതരുമൊക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവരോട് ചോദിക്കുന്നു, ഞങ്ങളുടെ ഈ മരിച്ചു കിടക്കുന്നവർ എന്ത് തെറ്റാണ് ചെയ്തത്? ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? ഇത്രയും സെക്യൂരിറ്റി ഇല്ലാത്ത സ്ഥലത്തേക്ക് ഞങ്ങളെ എന്തിനാണ് വരുത്തി? ഞങ്ങൾ ഈ പാരഡൈസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നതാണ്, ഞങ്ങളുടെ സ്വപ്നമായിരുന്നു, അംബീഷനായിരുന്നു. ആർക്കും ഒരു മറുപടി പറയാൻ പറ്റാത്ത തരത്തിൽ ഹൃദയഭേദകമായ കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. ഞങ്ങൾക്കൊന്നും ഒരു പരിചയമില്ലാത്ത, നമ്മളുടെ ഭാഷ പോലും അറിഞ്ഞുകൂടാത്ത ആൾക്കാര് പൊട്ടിക്കരയുമ്പോൾ ഞങ്ങൾ ചെന്ന് തോളിൽ പിടിക്കുമ്പോൾ ഞങ്ങളെ കെട്ടിപ്പിടിച്ച് കരയുന്ന വളരെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അനുഭവമാണ് ഇന്ന് രാവിലെ നടന്നത്. അപ്പം നമ്മൾ സമാധാനിപ്പിക്കുകയാണ്. ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ, ഒരു മനുഷ്യൻ എന്ന നിലയിലൊക്കെ ഡോണ്ട് വറി, ബി കറേജിയസ്, ബി ബ്രേവ് എന്നൊക്കെ പറയാനല്ലാതെ നമുക്ക് എന്ത് പറ്റും? അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ രാമേന്ദ്രന്റെ പെട്ടി നേരെ ശ്രീനഗർ എയർപോർട്ടിലോട്ട് അയച്ചതിന് ശേഷമാണ് വന്നത്. അവിടെ നിന്നും ഡൽഹിയിൽ നിന്നും കൊച്ചിയിലേക്ക് ഇന്ന് പോകും. അതാണ് വളരെ രാമചന്ദ്രന്റെ ഭാര്യയെ കണ്ടോ, ഷീലയെ കണ്ടോ, മകൾ അശ്വതിയോട് സംസാരിക്കാൻ പറ്റിയോ താങ്കൾക്ക്? മകളോട് സംസാരിച്ചു. നമുക്ക് പറയാൻ വിഷമമുണ്ടെങ്കിലും മകളുടെ റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അറിഞ്ഞിട്ടില്ല. അമ്മ അറിയാനുള്ള ഒരു വീക്കാണ് എന്ന് പറയുമ്പോൾ അവരെ നേരെ എയർപോർട്ടിലോട്ട് വിട്ടിട്ട് അവരെ ഈ സ്ഥലത്തേക്ക് വരണ്ട എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അവര് റിക്വസ്റ്റ് ചെയ്തതനുസരിച്ചും ശരി എന്ന് പറഞ്ഞിട്ട് ആണ് വിട്ടിരിക്കുന്നത്. ആ കുട്ടിയാണ് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്നത്. അത് അസാമാന്യമായ കഴിവും ധൈര്യവും ആ ഒരു പക്വതയൊക്കെ വേണം. അത് മറ്റൊരു നമ്മള് പേഴ്സണലായിട്ടുള്ള നമ്മളെ ഒരു ദുഃഖമാണത്. അപ്പം എന്തായാലും ഇതെല്ലാം കഴിഞ്ഞു. ഇപ്പം ഡൽഹിയിലേക്ക് പോയി കാണും. ഇപ്പം ഹലോ, ഇന്നും നിങ്ങൾ ഈ 4 പേരും ഇന്നും മടങ്ങോ തിരിച്ച്? ഇല്ല, ഞങ്ങൾ 4 പേരും മാത്രമല്ല,
ഉദ്യോഗസ്ഥരുണ്ട്. ഈ 4 പേരുടെയും പല കുടുംബാംഗങ്ങളുണ്ട്. 12 പേരാണ്. ഞങ്ങൾ ഇന്ന് മടങ്ങില്ല. നാളെ ഞങ്ങൾക്ക് ഇനി പോകേണ്ടത് പഞ്ചാബിലേക്കാണ്. അപ്പം ഈ കാശ്മീർ മാത്രമായിട്ടുള്ള ഒരു അഷുറൻസ് കമ്മിറ്റി ടൂർ അല്ല ഇത്. പഞ്ചാബിൽ പോവുക, അവിടുത്തെ സ്പീക്കറെ കാണുക, അത് കഴിഞ്ഞിട്ട് ഷിംലയിലേക്ക് പോവുക, അത് കഴിഞ്ഞിട്ട് ഡൽഹിയിൽ വരിക, അതിനുശേഷം 30-ാം തീയതിയാണ് ഞങ്ങൾ നാട്ടിൽ തിരിച്ചെത്തുന്നത്. ഇപ്പൊ ശ്രീനഗറിലെ ഒരു സാഹചര്യം എന്താണ്? ആർമി ഡിപ്ലോയ്മെന്റ് ഒക്കെ എങ്ങനെയാണ് അവിടെ? അത് നമ്മൾ വിശ്വസിക്കാൻ പറ്റാത്ത തരത്തില് റോഡുകളിലും ഇപ്പം ഇന്ന് നമ്മൾ പോയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പെഷ്യൽ സെക്യൂരിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് അവിടെ എത്തപ്പെടാൻ കഴിയുന്നത്. സാധാരണ ഒരാൾക്ക് പറ്റത്തില്ല. അത്രമാത്രം സെക്യൂരിറ്റിയാണ്. ഒരു യുദ്ധസമാനമായ കാര്യങ്ങളാണ്. ഇന്നലെ വൈകുന്നേരം മുതൽ റോഡുകളിലും പിന്നെ നമ്മൾ സ്ട്രീറ്റുകളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സാധാരണ സിനിമയിലൊക്കെ കാണുന്ന തരത്തിലുള്ള ഒരു ഒരു സംഭവങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും വേറെ ഒന്നും പെട്ടെന്ന് അങ്ങനെ ഒരു സംഭവം ഒരിക്കലും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ താങ്കൾക്ക് നല്ല പരിചയം ഉണ്ടാവും. നായർ സാബ് പോലെയുള്ള സിനിമകൾ ഈ പശ്ചാത്തലത്തിലായിരുന്നു. ആ താഴ്വാരമാണ് ഇപ്പോൾ ഇങ്ങനെ യുദ്ധസമാനമായ സാഹചര്യത്തിൽ താങ്കൾ പറഞ്ഞതുപോലെ നിൽക്കുന്നത്. അതെ, നമ്മൾ ഈ പെഹൽഗാമിലും ഗുൽമാർഗിലും ഇന്നിപ്പോ ഗുൽമാർഗിലാണ് നമ്മൾ പോകാനിരുന്നത്. അത് നമ്മൾ ക്യാൻസൽ ചെയ്തു. പിന്നെ സോണാമാർഗിലും ഒക്കെ കുറച്ചുകൂടെ ഉയരങ്ങളിലാണ്. അവിടെ ഐസും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പൊ അതെല്ലാം നമ്മൾ 2 സമ്മറും വിന്ററും നമ്മൾ പോയ സ്ഥലങ്ങളാണ്. പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യം ഇടയ്ക്ക് വെച്ചൊക്കെ കുറച്ച് കുഴപ്പമായെങ്കിലും ഇപ്പം കാശ്മീർ വേറൊരു വന്ന ഒരു സാഹചര്യമാണ്. ഈ ടൂറിസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ ഇരട്ടി ഇന്ത്യക്ക് പേരും പ്രശസ്തിയും ഉണ്ടാക്കുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിക്കഴിഞ്ഞിരുന്നു കാശ്മീർ. ഇനിയിപ്പം ഇങ്ങനെയുള്ള ഒരു സാഹചര്യം, അതുകൊണ്ട് തന്നെയാണ് അതിനകത്ത് ഒരുപാട് അജണ്ടയും ഒരുപാട് പ്ലാനിങ്ങും ഗൂഢാലോചനയൊക്കെ ഉണ്ടെന്ന് നമുക്ക് തോന്നിപ്പോകുന്നത്. ശരി, വളരെയധികം നന്ദി. സേഫായിട്ടിരിക്കും, സുരക്ഷിതനായിട്ടിരിക്കും. താങ്ക് യു. നമ്മുടെ കേരളത്തിനെ പ്രതിനിധീകരിച്ചുള്ള MLA-മാരൊക്കെ അവിടെ ഉണ്ട്. അദ്ദേഹം അങ്ങനെ നേരിട്ട് കാണുകയും ചെയ്തു. ഇവരെയൊക്കെ നേരിട്ട് കണ്ടു, ആദരമർപ്പിച്ചു എന്നൊക്കെ പറയുന്നു. വളരെ ദുഃഖം തോന്നുന്നു. കാരണം ആ മകളുടെ കാര്യം പറയുമ്പോൾ എങ്ങനെയാണ് ഒറ്റയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക എന്നതല്ല, ഒരു സാഹചര്യം അനുസരിച്ച് മനുഷ്യൻ സ്വാഭാവികമായും ധൈര്യം സംഭരിക്കുമല്ലോ.